സർപ്പദോഷത്തെ പറ്റിയൊക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സർപ്പദോഷം, അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സർപ്പദോഷം എന്ന് പറയുന്നത് സർപ്പക്കാവ് നശിപ്പിക്കുക, അല്ലെങ്കിൽ സർപ്പക്കാവ് അശുദ്ധി വരുത്തുക, സർപ്പത്തിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങൾക്കും നാശം വരുത്തുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് സർപ്പദോഷം വരുന്നത്. അത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ, അതായത് ചൊറിച്ചിൽ, അതേമാതിരിയുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക, സോറിയാസിസ്, പാണ്ട്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് സർപ്പദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, കുടുംബാംഗങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാവുക, വിചാരിക്കാത്ത രീതിയിൽ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ സർപ്പദോഷത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഭൂമിയൊക്കെ നമുക്ക് വിൽക്കാനൊക്കെ നോക്കി കഴിഞ്ഞാൽ സാധിക്കില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ സർപ്പദോഷം കൊണ്ട് സംഭവിക്കാം. അപ്പോൾ ഇതിനെത്ര പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തമ ജ്യോത്സ്യനെ കണ്ട് സർപ്പബലി പോലുള്ള പരിഹാരങ്ങളാണ്. കാരണം സർപ്പദോഷത്തിന് ശരിക്കും പരിഹാരങ്ങളില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് വരും തലമുറകളിലേക്ക് കൂടുതലായിട്ട് ബാധിക്കും. അതായത് ചെയ്യുന്നവരേക്കാൾ കൂടുതൽ വരും തലമുറകളിലേക്ക് കുട്ടികൾക്ക് അബോർഷൻ ഉണ്ടാവുക, കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, അതേമാതിരി സന്തതിപരമ്പര ഇല്ലാതിരിക്കുക.